നമ്മൾ ഈ സ്ക്രീനിൽ ഇവരെ ഷാൻ റഹ്മാന്റെ BGM കാണിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലേ, അത് വേർഡ്സിലൂടെ പറയാൻ കഴിയില്ല. കാരണം അടിപൊളി ഫസ്റ്റ് ഹാഫ് ചിരിച്ചിട്ട് വയറൊക്കെ ഒളുകിപ്പോയി. മറ്റേ സ്കിറ്റൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി. ആ ധർമ്മജനൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. എല്ലാവരുടെയും ഇന്റർനെറ്റ് ധർമ്മജനാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം. ഈ പറയുന്ന കണക്കന്നെ എന്താ പറയുക, കോമഡി സ്കിറ്റ് എടുത്ത് ബാലയാക്കി അതേ കണക്കുള്ളൊരു എക്സ്പീരിയൻസാണ്. വെൽക്കം ബാക്ക്. ചരിത്രത്തിൽ ആദ്യമായി 10 വർഷം മുമ്പ് ഇറങ്ങിയപ്പോൾ ബോക്സ് ഓഫീസ് പരാജയമായ സിനിമയുടെ തേർഡ് പാർട്ട് അതിൻ്റെ 10 ഇരട്ടി ഹൈപ്പിൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമയായി റിലീസിനെത്തുന്നു. അതിൽ അഭിനയിച്ച ആക്ടേഴ്സിന് മുകളിൽ അവർ ചെയ്ത ക്യാരക്ടേഴ്സിന് ഒരു കൾട്ട് ക്ലാസിക് ഫാൻ ബേസ് തന്നെ ഉണ്ടാവുന്നു. വില്ലനും നായകനും മാത്രമല്ല, സിനിമയിൽ വന്നവരും പോയവരും എല്ലാം ഒരുപോലെ പൊളിച്ചടിക്കുക OG മൾട്ടി സ്റ്റാർ പടം. പാപ്പനും പിള്ളേരും ഈസ് ബാക്ക്. അപ്പോൾ പാപ്പൻ ചരിത്രം ആവർത്തിക്കുമോ? ആട് 3 കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ, അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ആട് 3 കാണാൻ പോകുന്നവരൊക്കെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്തോ. നേരെ റിവ്യൂലേക്ക്. ഫസ്റ്റ് സെക്കൻഡിലൊക്കെ കാണുമ്പോൾ ഷാജി പാപ്പൻ, അറക്കലബു, സർവത്ത് ഷമീർ, സാത്താൻ സേവിയർ, ഡ്യൂഡ് ഇവരെല്ലാം കൂടെ സ്ക്രീനിൽ വന്നപ്പോൾ ഓഡിയൻസിന് കിട്ടിയ ഒരു വൈബ് ഉണ്ടല്ലേ, അതിൻ്റെ 10 ഇരട്ടി വൈബോട് കൂടി ഇവരെല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ക്രീനിൽ ഇവരെ ഷാൻ റഹ്മാന്റെ BGM കാണിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലേ, അത് വേർഡ്സിലൂടെ പറയാൻ കഴിയില്ല. കാരണം ഇത്രയും നാൾ നമ്മൾ കാത്തിരുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, ഇവര് വരുമ്പോൾ ഉള്ളൊരു എൻട്രിക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് അത് ഇവിടെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആ കയ്യടിയിൽ നമുക്ക് മനസ്സിലാവും ഇവരോട് എത്രത്തോളം ഓഡിയൻസിന് ഇഷ്ടമുണ്ടെന്ന് നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന് എന്നുള്ളത്. ഈ സംഭവം എന്ന് വെച്ചാൽ ഒരു ടൈം ട്രാവൽ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്, കുറച്ച് വെറൈറ്റിയാ. എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നത് അതേ ഫണ്ണുണ്ടോ? ജോണർ മാറ്റുമ്പോൾ ഒരു സംഭവം അതെങ്ങനെ? ജോണർ മാറ്റുമ്പം ചെറിയൊരു സംഭവം ഉണ്ട്, പക്ഷേ ആ പാപ്പന്റെ പരിപാടിയിലോട്ട് വരുമ്പോൾ വൻ കോമഡി എന്റർടൈനർ തന്നെയാണ്. പിന്നെ വേറെ കാണിച്ച മലയാള സിനിമയ്ക്ക് കുറെ കാലമായി നഷ്ടപ്പെട്ടു പോയൊരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടല്ലേ, സിനിമകളുടെ ഒരു റിപ്പീറ്റ് വാച്ചിങ് വാല്യൂ, അത് ഈ സിനിമയിലൂടെ മിഥുൻ മാനുവൽ തോമസ് തിരിച്ചു കൊണ്ടുവന്ന് എന്തായാലും തൂക്കും. ക്ലാഷ് തൂക്കും. ക്ലാഷ് തൂക്കും എന്ന് വെച്ചാൽ ഇവര് ആട് ഫസ്റ്റ് സെക്കൻഡ് പോലെ തന്നെ അത് എല്ലാവരുടെയും എൻട്രിക്ക് നല്ല നിർത്തിയിട്ടുണ്ട് ക്യാരക്ടേഴ്സ്. നിർത്തിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഹാഫ് വെയിറ്റ് ചെയ്യാനുള്ള സംഭവം. ഇവരെ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ ഫസ്റ്റ് ഹാഫിൽ, ഇനി അങ്ങോട്ട് കഥ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, കഥയുണ്ട്, ചിരിക്കാനുണ്ട്, അടിപൊളി ഫസ്റ്റ് ഹാഫ് ചിരിച്ചിട്ട് വയറൊക്കെ ഒളുകിപ്പോയി. അതേ ഫണ്ട് തന്നെയാണ്. അടിപൊളി പടമാണ്, സൂപ്പർ പടം. ഓക്കെ, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. ഓക്കെ, അതിന് മേളിലല്ല ഏറ്റവും അടിപൊളി പടമാണ്. ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കിയോ, ആര് ടൈം ട്രാവൽ പരിപാടിയൊക്കെ വന്നോ? അടിപൊളി. ഒരുപാട് പേരുണ്ട്. നമ്മൾ പടം കണ്ടു കഴിഞ്ഞ ശേഷം പറയത്തുള്ളൂ. കൊള്ളാം. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കഥ ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പോരാട്ടമാണ്. നോക്കാം. ഷാജി പാപ്പൻ കണ്ടപ്പോൾ നൈസായിരുന്നു. ഇൻട്രോ ഒക്കെ എല്ലാവരുടെയും ഇന്റർനെറ്റ് ധർമ്മജനാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം. ധർമ്മജൻ കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ ജോണർ മാറ്റുന്നതിന്റെ എന്തെങ്കിലും ഷിഫ്റ്റോ പുതിയ ക്യാരക്ടേഴ്സിന്? ഇല്ല, എല്ലാവരുടെയും സ്വാഗ് അടിപൊളിയായിരുന്നു. ഇൻട്രോയില് എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന നൈസായിട്ട് വർക്കായി. ഹൈപ്പിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ ഫസ്റ്റ് ഇന്റർവെൽ സൂപ്പർ, അടിപൊളി. തൂക്കാനുള്ളതുണ്ട്, ഹൈപ്പിനുള്ളതുണ്ട്. ബാക്കി സസ്പെൻസ് ഒക്കെ സെക്കൻഡ് പാർട്ടിൽ. കോമഡിയൊക്കെ വർക്കായോ? കോമഡിയൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതൊന്നും ഇല്ല, ദുരന്തരൊക്കെ പടമല്ലേ. ഇതെന്തും അല്ല, സിനിമകളെ ചളി കോമഡി അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സിനിമയിലൊക്കെ പിന്നെ സ്കിറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് ചിരി വരുന്നവർക്കൊക്കെ ചിരി വരും. യൂത്തിനൊക്കെയാണ്. പഴയ 2 കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് 2 ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ലവണ്ണം ചിരിച്ചില്ലേ. ഇതിനകത്ത് കുറച്ച് ചിരിക്കാനുള്ള ഭയങ്കര വലിയ പാർട്ട് സംഭവമൊന്നുമില്ല. മൊത്തത്തിൽ സ്കിറ്റൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടി. ആ ധർമ്മജനൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. ജോണർ മാറിയതാണോ പ്രശ്നമായി? ജോണർ മാറിയല്ല, പഴയത് തന്നെ പുതിയൊരു രാജാപാർട്ടി കൊണ്ടുവന്നിട്ടില്ല. അതൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. എനിക്ക് തീരെ ചില സീനുകളൊക്കെ ചിരിച്ചിട്ടുണ്ട്, അത്ര തന്നെ. ക്യാമിയാണോ മമ്മൂക്കയുടെ ലാലേട്ടൻ? ക്യാമിയൊന്നും കാണാനില്ല, വലിയൊരു രസമൊന്നും ഇല്ലടാ. ഈ ചുമ്മാ ഓവർ ഹൈപ്പേ ഉള്ളൂ. എനിക്ക് വർക്കായില്ല, ഭയങ്കര ലാഗ് ഫീൽ ചെയ്ത്. പിന്നെ എന്താ പറയുക, ഒരു ബാല കാണുന്ന കണക്കുള്ളൊരു രീതി അതങ്ങോട്ട്. സെക്കൻഡ് പാർട്ടിലെ ക്യാരക്ടേഴ്സ് മാറിയതാണോ പ്രശ്നമായത്? അത് ഈ ടൈം ട്രാവലും ആ ഒരു പരിപാടിയൊക്കെ കാണിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായല്ലോ. നമ്മൾ ഈ കോമഡി സ്കിറ്റൊക്കെ കാണത്തില്ലേ, ആ ഒരു സെറ്റപ്പ്. ചിരിക്കാം, ഇടയ്ക്കൊക്കെ ചിരിക്കാം, പക്ഷെ അങ്ങോട്ട് ഉറക്കം വരും. കോമഡി ഇമ്പാക്ട് വന്നില്ല, വർക്കാവാനാണോ? ഇല്ല. ഓക്കെ, പാപ്പന്റെ ക്യാരക്ടറും പഴയ കണക്കുള്ളൊരു പവർ കിട്ടുന്നില്ല. എന്നാലും കണ്ടോണ്ടിരിക്കാം, എന്നാലും ഇടയ്ക്കപ്പോഴേക്കോ ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്യുന്നു. നെഗറ്റീവായിട്ട് തോന്നിയെന്നാണ്. അത് തന്നെ ഈ പറയുന്ന കണക്കന്നെ എന്താ പറയുക, കോമഡി സ്കിറ്റ് എടുത്ത് ബാലയാക്കി അതേ കണക്കുള്ളൊരു എക്സ്പീരിയൻസാണ്. ഓക്കെ, സെക്കൻഡ് ആയി പ്രതീക്ഷയുണ്ട്. നോക്കാം. ഓക്കെ, പഴയ എപ്പിക് അത് തന്നെ ഇപ്പോഴും ഉണ്ട്. നൈസ് പടമാണ്. ഫുൾ വൈബ് തന്നെയാണ് പഴയ ക്യാരക്ടേഴ്സ് എല്ലാം. ഇൻട്രോ ഒക്കെ എങ്ങനെയുണ്ട്? ടോപ്പാണ്. 3 ടൈം ലൈനിലാണ് പടം. 3 ടൈം ലൈൻ കണ്ടുകൂടെ? അതേ ജോണർ തന്നെ പിടിച്ചേക്കുന്നത്. റൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കുക്കിയോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.